പാട്ടിഷ്ടമായില്ലേ? ഇനി നമുക്കൊരു കഥ കേൾക്കാം. ഒരു നമ്പൂതിരിയുടെയും ആടിന്റെയും കഥ. ഈ കഥയിൽ നിങ്ങൾക്കൊരു ഗുണപാഠവുമുണ്ട്. എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കില്ലേ? പണ്ട് പണ്ട് മിഥിലാപുരി എന്ന ഗ്രാമത്തിൽ ശംഭു എന്നൊരു നമ്പൂതിരി ഉണ്ടായിരുന്നു. ഒരിക്കൽ ശംഭു നമ്പൂതിരി ഒരാടുമായി വരികയായിരുന്നു. ദൂരെ ഇരുന്ന് ഒരു കള്ളൻ ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് അവനൊരു ബുദ്ധി തോന്നി. എന്താടാ ആശാനെ, നമുക്കൊരു കോളത്തു. എന്താ? ഒരു നമ്പൂരി ആടുമായിട്ട് വരുന്നുണ്ട്. അതിനെ തട്ടിയെടുക്ക എന്താ ഒരു വഴി? അതിനൊരു വഴിയുണ്ട്. അവർ മൂവരും കൂടി ആടിനെ തട്ടിയെടുക്കാനുള്ള ഓരോരോ പദ്ധതികളായി ആസൂത്രണം ചെയ്തു. അവരുടെ പദ്ധതി പ്രകാരം ഒന്നാമൻ നമ്പൂതിരി വരുന്ന വഴിയിലൂടെ ചെന്നു. എന്താ നമ്പൂരി പട്ടിയേം കൊണ്ട്? വീട്ടുകാവലിന് വാങ്ങിയതാണോ? ശപ്പൻ, എന്താ ഹേ, കണ്ണ് കണ്ടൂടെ? ഇത് പട്ടിയല്ല, ആടാണ്. നല്ല ഒന്നാന്തരം ആട്. എന്റെ കണ്ണിൽ ഒരു കുഴപ്പമില്ല. ഇത് പട്ടിയാ, നല്ല കടിക്കുന്ന ജാതി. ഇത്രയും പറഞ്ഞ് ഒന്നാമൻ യാത്രയായി. എന്നാൽ നമ്പൂതിരിയോ ഒന്നാമന്റെ വാക്കുകൾ കേട്ട് ഒട്ടും പരിഭ്രമിക്കാതെ യാത്ര തുടർന്നു. അപ്പോഴായിരുന്നു രണ്ടാമന്റെ വരവ്. എങ്ങോട്ടാ നമ്പൂതിരി പട്ടിയെയും കൊണ്ട്? ശുംഭൻ, ഇത് പട്ടിയല്ല, ആടാണ്, ആട്. ഞങ്ങളെ നാട്ടിൽ ഇതിനെ പട്ടി എന്നാ പറയുന്നത്. എന്താ ഹേ, കണ്ണ് കണ്ടൂടെ? ഇത് പട്ടിയല്ല. ഇത്രയും പറഞ്ഞ് രണ്ടാമനും യാത്രയായി. രണ്ടാമനും ഇത് തന്നെ പറഞ്ഞപ്പോൾ നമ്പൂതിരി ചിന്താക്കുഴപ്പത്തിലായി. കള്ളന്മാരുടെ ചതിയറിയാതെ പാവം നമ്പൂതിരി യാത്ര തുടർന്നു. അടുത്തത് മൂന്നാമന്റെ ഊഴമായിരുന്നു. അവൻ നമ്പൂതിരിയുടെ അടുത്തേക്ക് നടന്നു. നമ്പൂതിരി, ആ പട്ടിയെ മാറ്റി പിടിക്കൂ, അത് കടിക്കും. എന്താ ഹേ, നിങ്ങൾക്കും കണ്ണ് കാണില്ലേ? ഞങ്ങളുടെ നാട്ടില് ആട് കടിക്കാറില്ല. ആടോ? ഏതാട്? ഇത് പട്ടിയല്ലേ? മണ്ടൻ നമ്പൂതിരി. മറ്റുള്ളവരെ പോലെ മൂന്നാമനും പറഞ്ഞപ്പോൾ പാവം നമ്പൂതിരി ശരിക്കും വിഡ്ഢിയായി. ശിവ ശിവ, എല്ലാവരും ആടിനെ പട്ടിയെന്ന് പറയുന്നു. ശരിയായിരിക്കാം, അങ്ങാടിക്കാരൻ എന്നെ പറ്റിച്ചതു തന്നെ. മൂന്ന് കള്ളന്മാരും കൂടി നമ്പൂതിരിയെ ദൂരെ നിന്ന് ഒളിച്ചു നോക്കുന്നുണ്ടായിരുന്നു. വിഡ്ഢിയായ നമ്പൂതിരി കള്ളന്മാരുടെ വാക്ക് വിശ്വസിച്ച് ആ ആടിനെ വഴിയിൽ ഉപേക്ഷിച്ച് സങ്കടത്തോടെ നടന്നു. അങ്ങനെ മൂവരും കൂടി ആ നമ്പൂതിരിയെ വഞ്ചിച്ച് ആടിനെ കൈക്കലാക്കി. എന്ത് ചെയ്യണമെന്നറിയാതെ
സങ്കടപ്പെട്ട് നമ്പൂതിരി വഴിയിലിരിക്കുകയായിരുന്നു. അപ്പോഴായിരുന്നു നമ്പൂതിരിയുടെ സുഹൃത്ത് ആ വഴി വന്നത്. എന്താ ശംഭു ഇങ്ങനെ ദുഃഖിച്ചിരിക്കുന്നത്? കുറച്ചു മുമ്പ് ചന്തയിൽ നിന്നും ആടിനെ വാങ്ങുന്നത് കണ്ടല്ലോ. എന്നിട്ട് ആടെവിടെ? ആ ആടിനെ താൻ സൂപ്പാക്കിയോ? ഹേയ്, അത് കേട്ടപ്പോഴാണ് താൻ ചെയ്ത മണ്ടത്തരം പാവം നമ്പൂതിരിക്ക് മനസ്സിലായത്. ഈ കഥയിൽ നിന്നും നിനക്ക് എന്താണ് മനസ്സിലായത് മീനു? അത് ഒരുമിച്ച് നിന്നാൽ എന്തും എളുപ്പം നേടാം. അല്ല, ഒരുമിച്ച് നിൽക്കുന്നത് നല്ലത് തന്നെ. പക്ഷേ ഒരാളെ ചതിക്കാൻ ഒരുമിച്ച് നിൽക്കരുത്. ശരി, മനു പറയൂ. എനിക്കറിയാം, മറ്റുള്ളവരുടെ വാക്ക് കേൾക്കരുത്. അതെ, മറ്റുള്ളവരുടെ വാക്ക് കേൾക്കരുതെന്നല്ല, മറിച്ച് ഒരാളുടെ വാക്ക് കേട്ട് എടുത്തു ചാടുന്നതിന് മുമ്പ് നാം സ്വയം വിലയിരുത്തണം. മനസ്സിലായോ?